ആന ഓടി വന്ന് മരക്കൂട്ടത്തുള്ള ബാരിയറൊക്കെ തകർത്തുകൊണ്ട് ഒരു ഭാഗത്തോട്ട് ഓടിപ്പോയി. കാട്ടാന. ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞു, സാറേ എന്തെങ്കിലും നടപടി എടുക്കണം. നടപടി എടുക്കാം. ഞാനിത് ആനയ്ക്ക് ഞാൻ ആരാന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി ആനയെടുത്ത് എന്ത് പറയാനാ. അദ്ദേഹത്തോട് ഞാൻ ചെന്ന് പറഞ്ഞ്, ആന എന്തു ചെയ്യും, താൻ നോക്കിക്കോണം എന്ന് ഞാൻ സമ്മതിക്കുന്ന ആ സംവേദനം ആന എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ആനയ്ക്ക് മാത്രമേ അറിയാവൂ, പിന്നെ ഭഗവാനും അറിയാം. പക്ഷെ അവിടെ അത് എന്ത് സമസ്യ വന്നാലും അതിനുള്ള പരിഹാരം ഭഗവാനാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി, വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ മരക്കൂട്ടം വരെ മാത്രമേ നമുക്ക് ക്യൂ നിർത്താൻ സാധിക്കുള്ളൂ. അതിന് താഴോട്ടുള്ള പ്രതലം ചരിഞ്ഞ പ്രതലമാണ്. അപ്പോൾ അവിടെ ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ ഒരാൾ വീണാൽ 100 പേര് വീഴുന്നതിൻ്റെ അന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു എനിക്ക് നിന്നെ ഇഷ്ടംപോലെ നിന്ന് തൊഴാൻ വേണ്ടി. ഇപ്പോൾ ഭഗവാൻ നിന്നങ്ങ് തൊഴുതൊഴാനാണ് പറയുന്നത്. ഒരു മനുഷ്യൻ മറിഞ്ഞു വീഴുന്നു, ഇങ്ങനെയുള്ള ഏത് പ്രശ്നമാണെങ്കിലും ഞാൻ ഭഗവാനോടാണ് പറയാറ്. ഭഗവാൻ അതിനെനിക്ക് മറുപടി തരാറുമുണ്ട്, നല്ല പരിഹാരം ഉണ്ടാക്കി തരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പം എനിക്ക് ഭഗവാൻ എന്നോട് പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, ബന്ധവസ്ഥൊക്കെ ഞാൻ ചെയ്തെങ്കിലും ക്രെഡിറ്റ് നീ എടുത്തു. ലോകത്ത് എത്ര മനുഷ്യരുണ്ടോ അത്രയും മതങ്ങളുണ്ടാവുന്ന ഒരു കാലം വരുമെന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. മതം എന്ന് പറഞ്ഞാൽ നിന്റെ മതിയിൽ നിന്ന് നിർഗളിക്കുന്നത് എന്തോ അത് മതം. എൻ്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, എൻ്റെ ബുദ്ധിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനെയാണ് ഞാൻ മതം എന്ന് പറയുന്നത്. അത് എൻ്റെ മതമാണ്, എൻ്റെ മതം എൻ്റെത് മാത്രം. ഈ ഭക്തിയോഗം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് മറ്റു ഭക്തരെ പോലെ ആവണമെന്നില്ല. ഈ ഭക്തൻ എന്നുള്ള വാക്ക് ക്ഷേത്രത്തിൽ പോകുന്നവനൊക്കെ ഭക്തനാണെന്ന് കരുതുന്ന അബദ്ധമാണ്. പറഞ്ഞ മനസ്സിലായില്ല. രാത്രി മുതൽ സന്ധ്യ വരെ പാപങ്ങൾ ചെയ്തിട്ട് സന്ധ്യയ്ക്ക് പോയി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. പിന്നെ അഹങ്കാരം മനോബുദ്ധിം രക്ഷന്മേ ധർമ്മചാരണി ദേവീ കവചത്തിലാണ്. നമ്മുടെ അഹങ്കാരവും മനസ്സ് ബുദ്ധി ഇതിനെ നിലനിർത്തി തരുന്നത് ധർമ്മചാരിണിയാണെന്നാണ്. അപ്പം ധർമ്മചാരിണി ആയിട്ടുള്ള ദേവി അത് നിലനിർത്തണമെങ്കിൽ നീ ധർമ്മത്തിൽ ചരിച്ചോളണം എന്നുള്ളത് അവിടെ വ്യംഗ്യമാണ്, അത് വ്യക്തമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ധർമ്മത്തിൽ ചരിക്കാത്ത ഒരാൾ ഭക്തനായിട്ടൊന്നും ഒരു കാര്യമില്ല. ഭക്തനാണെന്ന് ഭാവിച്ചിട്ട് കാര്യമില്ല, അയാൾക്ക് ഭക്തനാവാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഉള്ള ക്ഷേത്ര ദർശനം കൊണ്ട് മാത്രം ഒരു ഭക്തനാവാൻ പോകുന്നില്ല. ക്ഷേത്രത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം കൊണ്ട് പോയെന്നുകൊണ്ട് അയാൾ ഇത് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാവാൻ പോകുന്നില്ല. രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായതുകൊണ്ട് അയാൾക്ക് ഭക്തിയിലൊരു പ്രൊമോഷൻ കിട്ടാൻ പോകുന്നില്ല. അപ്പം ഇതെല്ലാം എന്താ പറയുക, ഇതൊന്നും എന്താണെന്ന് മനസ്സിലാക്കാതെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുന്നതിൻ്റെ ഭാഗമാണ്. ഈ ശബരിമലയുമായി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തത്തെ പറ്റി പറഞ്ഞു. ഭഗവാന് വേണ്ടി ഭഗവാന്റെ ദാസനായി അവിടേക്ക് ഒഴുകിയെത്തുന്ന അയ്യപ്പന്മാരുടെ ദാസനായി ഞാൻ അവിടെയുണ്ട് എന്ന് പറഞ്ഞു. എങ്കിലും ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല. അങ്ങേക്കത് മറുപടി പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്ന ചോദ്യമാണ്. പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുക, ശ്രീജിത്ത് IPS എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചൊരു അയ്യപ്പനെ അത്രത്തോളം മനസ്സിൽ ആരാധിക്കുന്ന ഒരു പരമഭക്തന് ചിന്തിക്കുമ്പോൾ, ശബരിമല യുവതി പ്രവേശനത്തിന് ശേഷം ശ്രീധർമ്മശാസ്താവിൻ്റെ തിരുസന്നിധിയിൽ, അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോകുന്നൊരു യൂണിഫോം ഇട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആ ഒരു ചിത്രം എല്ലാവരുടെയും മനസ്സിലേക്ക് വരും. സതിൽ എന്തിനായിരുന്നു കണ്ണീർ? ഞാൻ കണ്ണീരിന് മുമ്പ് ഞാൻ ഈ അയ്യപ്പനെ കാണുന്നത് എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് പറയാം. അയ്യപ്പനൊരു സേനാനായകനായിട്ടാണ് എൻ്റെ മനസ്സിലുള്ളത്. അദ്ദേഹം ഒരു സൈന്യാധിപനായിരുന്നു. പന്തളത്തെയാണോ അതോ പാണ്ഡ്യരാജാവിൻ്റെ ആണോ അതോ ഇനി അവിടെയുള്ള ആദിവാസി സമൂഹങ്ങളുടെ ആണോ? ആ കഥകളിലേക്ക് പോയി അങ്ങനെ കുഴപ്പിക്കരുതെന്ന് ഞാൻ വിചാരിച്ചു. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഏതോ ഒരു സൈന്യാധിപനായ സേനാനിയായിട്ടുള്ള പോരാളിയും വീരാളിയും വില്ലാളി വീരനുമായിട്ടുള്ള ഒരു സർവ്വസൈന്യാധിപനായിരുന്ന ഒരാൾ ഈ ലൗകിക ജീവിതം മതി എന്ന് മനസ്സിലാക്കിയിട്ട് നിരന്തര തപസ്സിന് പുറപ്പെട്ട ഒരു സ്ഥാനമാണത്. ആ സ്ഥാനത്തിരുന്ന ആ വ്യക്തിയുടെ തപസ്സിനെ മഹത്വവൽക്കരിച്ച് പിന്നീട് അവിടെ ആരോ വേദങ്ങളിൽ നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള ശാസ്താവിൻ്റെ ആരാധനാരീതികൾ അവലംബിച്ചതാണ് ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത്. എൻ്റെ വിശ്വാസപ്രകാരം, ഞാൻ മനസ്സിലാക്കിയ ചരിത്രപ്രകാരം. അപ്പോൾ അവിടെയുള്ള ആ സേനാനിക്ക് സേനാനായകന്മാരോടും സേനാനികളോടും ഒരു വലിയ ഭയസുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. മുമ്പ് പലതവണ അവിടെ നിന്ന് ഞങ്ങളെ മാറ്റി പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡ്സിനെ വെക്കുന്ന ഒരു പ്രപ്പോസൽ പലപ്പോഴും പലരും അവിടെ അവതരിപ്പിക്കുകയുണ്ടായിട്ട് ദേവപ്രശ്നം നടന്നതിലെല്ലാം ദേവൻ്റെ ഇച്ഛ പോലീസ് വേണമെന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ പോലീസിനോടുള്ള സ്നേഹം അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ഒരു സേനാനി ആയതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം
ഒരു സേനാനായക പദവിയോ ഉപനായകൻ്റെ പദവിയോ എനിക്കുണ്ടെങ്കിൽ ആ സേനയിൽ നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് ഒരു ചിന്ത ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ അയ്യപ്പനുമായിട്ട് കാണുന്ന താതാത്മ്യം. ആ താതാത്മ്യം എനിക്ക് നിർവഹിച്ച് തന്ന ഭഗവാനെ, നീ മഹാബാഹോ, ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്ന ദിവസം ഞാൻ വിളിച്ച വാക്ക് മഹാബാഹോ എന്നാണ് അദ്ദേഹത്തിനെ. നീണ്ട കൈയുള്ളവനെ, നിൻ്റെ കൈകൾ എന്നെ സംരക്ഷിക്കുന്നത് നീ കാണുന്നില്ലേ? ഞാൻ കാണുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ഭഗവാന്റെ അടുത്തുള്ള എൻ്റെ താതാത്മ്യത്തിൻ്റെ കണ്ണീരാണ് അവിടെ കണ്ടത്. അത് ആ താതാത്മ്യം പൂർണ്ണതയിലെത്തി എന്നുള്ളതാണ് എനിക്കിപ്പോഴും ഭഗവാൻ അവിടെ തരുന്ന അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും അതാണ്. ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വില്ലൻ പരിവേഷം കിട്ടിയപ്പോഴും മലയിറങ്ങിയ IG ശ്രീജിത്തിന് നായക പരിവേഷം തന്നെയായിരുന്നു ഭക്തർക്കിടയിൽ. ഞാൻ അങ്ങനെ കരുതുന്നില്ല. അങ്ങനെ ആണെങ്കിൽ അത് ആ ഭഗവാന്റെ നിസ്സീമമായ കാരുണ്യം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഭഗവാന്റെ നിസ്സീമമായ കാരുണ്യം, സീമയില്ലാത്ത കാരുണ്യം. ഞാൻ എന്നും രാവിലെ അവിടെ എന്നും വെല്ലുവിളികൾ നിറഞ്ഞതാണ് ശബരിമലയിലെ ബന്ദോബസ്ത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്കാണെങ്കിലും, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കാണെങ്കിലും, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണെങ്കിലും എന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തോട് പോയി പറയും, നിനക്ക് പോയി. എനിക്കിവിടെ ഒരു വീഴ്ച വന്നാൽ ആർക്ക് പോയി? നിനക്ക് പോയി. കാരണം ഞാൻ നിന്നെ മാത്രം ആശ്രയിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് വേറെ ആരുമില്ല. എൻ്റെ കൂട്ട്, തോഴൻ, നേതാവ് എല്ലാം നീ. അങ്ങനെ തത്വമസി, നീ അതാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നുമില്ല. ഇപ്പം ഇവിടെ ഒരു വീഴ്ച എനിക്ക് വന്നാൽ അത് നിൻ്റെ വീഴ്ചയാണ്. അതുകൊണ്ട് എന്നെക്കൊണ്ട് എനിക്ക് പല സമസ്യകൾക്കൊരു ഉത്തരം ഉണ്ടാവില്ല അവിടെ. അപ്പോൾ വളരെ രസകരമായൊരു സമസ്യ കഴിഞ്ഞവണേ ഉണ്ടായി. ആന ഓടി വന്ന് മരക്കൂട്ടത്തുള്ള ബാരിയറൊക്കെ തകർത്തുകൊണ്ട് ഒരു ഭാഗത്തോട്ട് അങ്ങ് ഓടിപ്പോയി. കാട്ടാന. അവിടെയുള്ള ആൾക്കാർ എൻ്റെ ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞു, സാറേ എന്തെങ്കിലും നടപടി എടുക്കണം. നടപടി എടുക്കാം. ഞാനിത് ആനയ്ക്ക് ഞാനാരാന്നറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി ആനയെടുത്ത് എന്ത് പറയാനാ? പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് പറയാം. അദ്ദേഹത്തോട് ഞാൻ ചെന്ന് പറഞ്ഞ്, ആന എന്തു ചെയ്യും? താൻ നോക്കിക്കോണം എന്ന് ഞാൻ സമ്മതിക്കുന്ന ആ സംവേദനം അദ്ദേഹം കേട്ടു എന്ന് ബോധ്യം വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആൾക്കാരോട് പറയാം, ഇനി ആന വരില്ല. അപ്പം ഞാൻ പറയുന്നതിന് മുമ്പ് ഫോറസ്റ്റുകാരോ പറഞ്ഞു, ഇനി ആന വരില്ല, ആന അങ്ങോട്ട് പോയി. അത് ഭഗവാൻ പറഞ്ഞായിട്ടാണ് എനിക്ക് തോന്നിയത്. പറഞ്ഞ മനസ്സിലല്ലേ? ആന വന്നില്ല. ആന എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ആനയ്ക്ക് മാത്രമേ അറിയാവൂ, പിന്നെ ഭഗവാനും അറിയാം. പക്ഷേ അവിടെ അത് എന്ത് സമസ്യ വന്നാലും അതിനുള്ള പരിഹാരം ഭഗവാനാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ഭഗവാന് സമർപ്പിക്കുന്ന ഒരു പ്രശ്നവും പരിഹൃതമാകാതെ പോകുന്നില്ല എന്നുള്ളത് അനുഭവ സാക്ഷ്യം. അപ്പം അങ്ങനെയുള്ളൊരു ഭഗവാൻ മുമ്പിലിരിക്കുമ്പോൾ ഞാനെന്തിനാ കൂടുതൽ ബുദ്ധിമുട്ടുന്നത്? എൻ്റെ എല്ലാ പ്രശ്നങ്ങളും, ക്രൗഡിൻ്റെ ബന്ദോബസ്താണെങ്കിൽ, അവിടെ വരുന്ന ക്രമസമാധാന പ്രശ്നങ്ങളാണെങ്കിലും, അവിടെ വരുന്ന എന്താ പറയുക സമസ്യകൾ, ഇപ്പം ചിലപ്പം പ്രസാദം ആവശ്യത്തിന് കൊടുക്കാനില്ല, ആൾക്കാർ വയലൻ്റാവുന്നു, ഒരു മനുഷ്യൻ മറിഞ്ഞു വീഴുന്നു, ഇങ്ങനെയുള്ള ഏത് പ്രശ്നമാണെങ്കിലും ഞാൻ ഭഗവാനോടാണ് പറയാറ്. ഭഗവാൻ അതിനെനിക്ക് മറുപടി തരാറുമുണ്ട്, ഉള്ള പരിഹാരം ഉണ്ടാക്കി തരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പം എനിക്ക് ഭഗവാൻ എന്നോട് പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, ബന്ദോബസ്തൊക്കെ ഞാൻ ചെയ്തെങ്കിലും ക്രെഡിറ്റ് നീ എടുത്തു. അപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇപ്പോൾ ശബരിമല ബന്ദോബസ്ത് കേമമാക്കിയ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാനിരുന്ന് പറയും, തൻ്റെ കളി അതിപ്പോൾ ഇങ്ങനെ. ഒരു വലിയ ആരാധനാവൃത്തമുണ്ട് ശ്രീജിത്ത്. നടന്നു പോകുമ്പോൾ ആളുകളുടെ കണ്ണുകൾ മാറുന്നത്, അങ്ങനെ കാണുമ്പോൾ ഇത് ഞങ്ങളുടെ സാർ എന്നൊരു ഒരു ചിന്ത ആളുകളുടെ മുഖത്ത് തെളിയുന്നതൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവകൃപയാൽ 2 തവണ ഞാൻ മൂകാംബിക വന്നപ്പോഴും അങ്ങേ അവിടെ വെച്ച് കാണാൻ സാധിച്ചു. അപ്പോൾ അങ്ങ് ദർശനത്തിനായി നടന്നു പോകുമ്പോൾ മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ സാറിൻ്റെ കച്ചേരി ഉണ്ടായിരുന്നു മൂകാംബികയിൽ, അതിൻ്റെ ഓഡിയൻസിൻ്റെ ഇടയിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ നടന്നു വരുന്നവർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവർ നമ്മുടെ സാറിൻ്റെ കച്ചേരി കണ്ടിട്ട് പോകാം എന്ന ചിന്തയോടെ അവിടെ കൂടി നിന്ന ആളുകളാണ്. അപ്പോൾ മലയാളികൾക്കിടയിൽ എന്തായാലും അങ്ങനെ ഒരു പരിവേഷമുണ്ട്. എനിക്ക് തോന്നുന്നു ശബരിമല അയ്യപ്പൻ്റെ കാവലാളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ എന്ന നിലയിൽ കുറച്ചുകൂടി അടുപ്പം കിട്ടുന്നതാണ്. ഞാനതിൽ എനിക്ക് അഹങ്കരിക്കാനും ഒന്നുമില്ല, അതിനകത്ത് സങ്കടപ്പെടാനും ഒന്നുമില്ല. ഞാൻ നേരത്തെ ഈ ആരാധകർന്നെന്ന് താങ്കൾ പറഞ്ഞു, അതിനടിയിൽ ഇവൻ അനുഭവിച്ചേ പോകുന്ന എഴുതുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത് മനുഷ്യർക്ക് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആരാധിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, വിമർശിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. നമ്മളുടെ ബാധ്യത ഇത് രണ്ടിനെയും മനസ്സിലേക്കെടുക്കാതെ, ഒരു പരിധി വിട്ട് മനസ്സിലേക്കെടുക്കാതെ നമ്മുടെ ജോലികൾ അനവരതം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്.
പിന്നെ ഇങ്ങനെ ഒന്ന് ബാല്യത്തിലേക്ക് പോയാൽ എത്രാമത്തെ വയസ്സിലാണ് ആദ്യം ശബരിമലയിലേക്ക് പോയത്? 5-ാമത്തെ വയസ്സിൽ. ഇപ്പം 58-ാമത്തെ വയസ്സാണ്. 53 വർഷമായി. ആദ്യമായി കന്നിമല ചവിട്ടിയ കുഞ്ഞ് ശ്രീജിത്ത്, ആ പഴയ അങ്ങനെ ചില പേര് എനിക്കറിയില്ല എങ്കിൽ പോലും എൻ്റെ കുട്ടനാണ് വിളിക്കുന്നത്. എൻ്റെ അച്ഛനാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങൾ ശബരിമല പോകുന്നതിന് മുമ്പ് അച്ഛൻ്റെ വീട് മാവലിക്കരയാണ്, ചെട്ടിളങ്ങര. അവിടെ കാട്ടുവള്ളിൽ എന്ന് പറഞ്ഞൊരു ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. നമ്മൾ അടുത്ത കൊല്ലം ശബരിമലയിൽ പോകാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് കാട്ടുവള്ളിയിൽ പോയി 3 ദിവസം ഭജന ഇരിക്കണം എന്നാണ്. അപ്പോൾ അത് ഇപ്പോഴെങ്ങനെയാണ് അതിൻ്റെ രീതി എന്ന് എനിക്കറിയില്ല. അന്ന് ഞങ്ങൾ ക്ഷേത്ര അങ്കണത്തിൽ കിടന്നുറങ്ങുമായിരുന്നു. ഓണാട്ടകരയിലെ ആചാരങ്ങൾ അതെ 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 വളരെ രസകരവും വിചിത്രവും മറ്റു പലർക്കും തോന്നുന്ന രീതിയാണ് അങ്ങനെ അവിടെ ഉള്ളത്. അവിടെ ഞാൻ ആ 4-ാം വയസ്സിൽ പോയി ഞാനും അച്ഛനും അമ്മയും കൂടെ അവിടെ 3 ദിവസം ഭജന വരുന്നു കാട്ടുവള്ളി ക്ഷേത്രത്തിൽ. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത കൊല്ലാണ് ശബരിമലയിൽ പോകുന്നത്. സത്യം പറഞ്ഞാൽ അന്ന് ഈ ഭഗവാന്റെ മഹാത്മ്യം ഒന്നും കൂടുതൽ അറിയില്ല. എനിക്ക് വലിയ ഇഷ്ടം, അന്ന് താല്പര്യമുള്ളൊരു കാര്യം വെച്ചാൽ പോകുന്ന വഴിക്ക് നല്ല ചൂട് പൊറോട്ട കിട്ടും. അത് വലിയ ആഗ്രഹമാണ് കഴിക്കാനെന്ന്. അപ്പോൾ അന്ന് സാധാരണഗതിയിൽ നമ്മൾ പൊറോട്ട ചോദിച്ചാൽ അച്ഛനന്മാർ മേടിച്ചില്ല, നല്ല ആഹാരമല്ലെന്ന് പറയും. പക്ഷേ ഈ ശബരിമലയിൽ പോകുമ്പോൾ മിക്കവാറും കിട്ടുന്നത് പൊറോട്ട മാത്രം ആയതുകൊണ്ട് അന്നത്തെ കാലത്ത് പൊറോട്ട ഒരുപാട് കഴിച്ചോളാൻ പറയും. നല്ലോണം നടന്ന് കയറാനുമുണ്ട്. ഇപ്പം ഇത് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ചെയ്തിരുന്നു അന്ന്, ഭക്ഷണത്തോടുള്ള അമിതമായ ആഗ്രഹം. പിന്നീട് എന്തൊക്കെ തന്നെയാണെങ്കിലും ആ ഭഗവാന്റെ മുമ്പിൽ എത്തുമ്പോൾ സർവം മറക്കുന്നൊരു അസുഖം അന്നേ ഉണ്ട്. അന്ന് എനിക്ക് തിരക്ക് നേരെ ഒരുപാടൊന്നും കിട്ടില്ല. ഒരു നോട്ടം കണ്ടു മിന്നി മാഞ്ഞങ്ങ് പോകും. അന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു എനിക്ക് നിന്നെ ഇഷ്ടംപോലെ നിന്ന് തൊഴാൻ വേണ്ടി. ഇപ്പോൾ ഭഗവാൻ നിന്നങ്ങ് തൊഴുതൊഴാനാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള അവസ്ഥ അന്ന് തുടങ്ങി. ഇപ്പം ഞാൻ 22 വർഷത്തോളം ഞാൻ പോലീസിൽ കയറുന്നതിന് മുമ്പ് മല ചവിട്ടിയ ആളാണ്. ഒരു സാധാരണ ഒരു ഡിവോട്ടി, ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന് വയ്യാതായപ്പോൾ പിന്നെ അച്ഛൻ്റെ കൂടെ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. അപ്പോൾ അച്ഛൻ പിന്നെ ഇത്ര യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. അന്നൊക്കെ നമ്മൾ പോകുമ്പോൾ ഇന്നിപ്പോൾ ഉള്ള ആൾക്കാരുടെ രീതിയൊക്കെ വ്യത്യാസമാണ്. ഇന്നിപ്പോൾ അവർക്കൊരു വെർച്വൽ ക്യൂ സ്ലോട്ട് ബുക്കിംഗ് ഉണ്ടല്ലോ. ആ ബുക്കിംഗ് ഇപ്പം 6 മുതൽ 8 വരെ കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അക്ഷമരായി ഞങ്ങളുടെ സ്ലോട്ട് കണ്ടില്ലേ സാറേ, ഞങ്ങൾക്ക് ദർശനം കിട്ടിയില്ലല്ലോ എന്ന് പരാതി പറയാൻ മടിക്കാത്ത ആൾക്കാരെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പക്ഷെ അന്നങ്ങനെയല്ല. 48 മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ട് മലമൂത്ര വിസർജനത്തിന് പോയാൽ ക്യൂവിലെ ഇടം നഷ്ടപ്പെടുമെന്ന് പേടിച്ച് അതിനുപോലും പോകാതെ നിന്ന് ഭഗവത് ദർശനം നടത്തിയിട്ടുള്ള ഒരു പാരമ്പര്യം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ടുള്ള കാലം കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇത്രയും സൗകര്യത്തിൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ആരാധനയുടെ ആൾക്കാർ നോക്കി കാണുന്ന ഒരവസ്ഥയിൽ ഭഗവത് ദർശനം നടത്താനുള്ള അവസരം അദ്ദേഹം തന്നെ ഉണ്ടാക്കി തന്നതാണ്. ഉറപ്പായിട്ടും ഈ 5-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ശബരിമല യാത്ര ഇന്ന് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം വഴികാട്ടിയായി സൗകര്യങ്ങൾ ഒരുക്കി അങ്ങ് അവിടെ തന്നെയുണ്ട്. ഈ സീസണിൽ ഇപ്പോൾ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നു തുടങ്ങിയ ആദ്യത്തെ 3-4 ദിവസങ്ങളിൽ ഉണ്ടായ ഒരു വിവാദങ്ങളുണ്ട് അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇനി വരും കാലങ്ങളിലൊക്കെ എന്തായാലും സർക്കാരുകൾ മാറാൻ പോകുന്നു, പുതിയ ആളുകൾ എത്തും. എങ്കിൽ പോലും വരും കാലങ്ങളിൽ ശബരിമലയിലെ ഈ തിരക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ അങ്ങയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? ശബരിമലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലരും മറ്റു പല ക്ഷേത്രങ്ങളുമായിട്ട് ശബരിമലയെ തുലനം ചെയ്യാറുണ്ട്. ആ തുലനം വളരെ അസ്വാഭാവികവും അശാസ്ത്രീയവുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെരിയാർ ടൈഗർ റിസർവിനകത്ത് നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഈ പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കടുവകളുടെയും പുലികളുടെയും കരടികളുടെയും ആനകളുടെയൊക്കെ ആവാസസ്ഥാനമാണ്. ആ ആവാസസ്ഥാനത്ത് അവരിത്രയൊക്കെ നമുക്ക് അനുവദിച്ച് തരുന്നത് തന്നെ അവരുടെ അനന്തമായ ക്ഷമയുടെയും ഭഗവാന്റെ ആ പൂങ്കാവനമാണെന്നുള്ള ബോധ്യം അവിടെയുള്ള മൃഗങ്ങൾക്ക് വരെ ഉള്ളതുകൊണ്ട് കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയോ ആൾക്കാർ വന്ന് അവിടെ പല രീതിയിൽ ആ പൂങ്കാവനം മലിനപ്പെടുത്തിയിട്ട് പോകുന്നുണ്ട്. പ്ലാസ്റ്റിക് പലതും ഇപ്പം ഹൈക്കോടതി വളരെ കർശനമായ നിർദ്ദേശങ്ങളെ കൊണ്ട് തന്ന് പലതിനും നിയന്ത്രണം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പല രീതിയിൽ നമ്മളവിടെ മലിനമാക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ്. പമ്പയിൽ തുണി ഉപേക്ഷിക്കുന്ന പല കാര്യങ്ങളും. അപ്പം അവിടെ ഇതിനകത്ത് ഉള്ള തിരക്ക് നിയന്ത്രിക്കാനായിട്ട് കൃത്യമായി അവിടെയുള്ള ഉദ്യോഗസ്ഥർ, ദേവസ്വം ഉദ്യോഗസ്ഥരാവട്ടെ, പോലീസ് ഉദ്യോഗസ്ഥരാവട്ടെ, അവിടെ മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരാവട്ടെ, അവർ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അക്ഷമ കാണിക്കാതെ ദർശനം നടത്തി പോകേണ്ട ഒരു ബാധ്യതയുണ്ട്. അതിന് കൂടാതെ ഈ ശബരിമല ക്ഷേത്രത്തിനുള്ളൊരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 95% ആൾക്കാരും ഭക്തർ വരുന്നവർക്ക് കയറാനും ഇറങ്ങാനും ഒരു വഴിയേ ഉള്ളൂ. ഇറങ്ങാനല്ല, കയറാൻ 18-ാം പടി വഴി. അപ്പോൾ 18-ാം പടിക്ക് വീതി കൂട്ടണം എന്നുള്ളൊരു സജഷൻ വരെ ഞങ്ങൾ വെച്ചു. അതൊന്നും താന്ത്രികമായി അനുവദനീയമല്ല. അപ്പം ഒരു
24 മണിക്കൂറിനകത്ത് ശബരിമലയിൽ 18-ാം പടി വഴി കയറാവുന്ന ആൾക്കാരുടെ എണ്ണം നിജപ്പെടുത്തിയാൽ അതിൽ കൂടുതൽ ആൾക്കാർക്ക് ശബരിമലയിൽ കയറാൻ സാധിക്കില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഈ ഭഗവാന്റെ യശസ് നമ്മൾ അവിടെ ഓരോ വിവാദം ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും അടുത്ത തവണ ആൾക്കാരുടെ എണ്ണം കുറയുമായിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നതില്ല, കൂടുകയാണ്. ഓരോ വിവാദവും ആൾക്കാരുടെ എന്താണ് ആ ഞാൻ പറഞ്ഞില്ലേ, ആ തപസ്യവുമായിട്ടുള്ള മനുഷ്യരുടെ അഭേദ്യ ബന്ധം. എന്നാൽ ആ തിരക്കൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ വന്നവർ അങ്ങനെ ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു അവിടെ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് തികഞ്ഞ അനുസരണയും ഭഗവാനുമായിട്ടുള്ള വിധേയത്വവും സമർപ്പണവും അല്ലാതെ വേറൊരു വഴിയില്ലാതെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പം നമ്മളിപ്പോൾ പറയും ഇപ്പോൾ കയറരുത്, ഇന്ന കാരണം കയറരുത്, ഇത്ര ആൾക്കാരോട് ഉണ്ട്. ഇപ്പം വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ മരക്കൂട്ടം വരെ മാത്രമേ നമുക്ക് ക്യൂ നിർത്താൻ സാധിക്കുള്ളൂ. അതിന് താഴോട്ടുള്ള പ്രതലം ചരിഞ്ഞ പ്രതലമാണ്. അപ്പോൾ അവിടെ ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ ഒരാൾ വീണാൽ 100 പേര് വീഴുന്നതിൻ്റെ സമാനമായ അവസ്ഥയുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ മരക്കൂട്ടം വരെ നിന്ന് കഴിഞ്ഞാൽ പമ്പ ബ്ലോക്ക് ചെയ്യാൻ പറയും. അപ്പോൾ പമ്പയ്ക്ക് ബ്ലോക്ക് ചെയ്യാം. പമ്പ ബ്ലോക്ക് ചെയ്തിട്ട് നിർത്തിയില്ലെങ്കിൽ നിലയ്ക്കൽ ബ്ലോക്ക് ചെയ്യാൻ പറയും. നിലയ്ക്കൽ ബ്ലോക്ക് ചെയ്ത് പറ്റില്ല എരുമയിൽ ബ്ലോക്ക് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ നമ്മളെന്താ പറയുക, അങ്ങോട്ട് നീണ്ടു കിടക്കുന്ന നിയന്ത്രണങ്ങൾ നമ്മൾ വരുത്തുന്നത് ഒരിക്കലും നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഭക്തർക്ക് വന്ന് സുഖദർശനം, സുഗമ ദർശനം നടത്തിയവർക്ക് സ്വസ്ഥാനങ്ങൾ, സ്വഗ്രഹങ്ങളിൽ സന്തോഷമായിട്ട് തിരിച്ചെത്താൻ സാധിക്കണമെന്നാണ്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുക എന്നുള്ളതല്ലാതെ അവിടെ മുഴുവൻ അഴിച്ചു പണിഞ്ഞ് ഒരു തിരുപ്പതി മോഡലാക്കുക എന്നും പറഞ്ഞാൽ അവിടെ സാധിക്കാത്ത കാര്യമാണ്. നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു പുലി ഇവിടെ കയറി വന്നാൽ നമ്മൾ ഉടനെ അതിനെ ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്ന മനുഷ്യൻ. പക്ഷെ ഇത്രയും മനുഷ്യർ കയറി പുലിയുടെ ആവാസ വ്യവസ്ഥയിൽ ചെന്നിട്ട് അവൻ നമ്മൾ ഉപദ്രവിക്കുന്നില്ല എന്നുള്ളത് ആ വലിയ മനസ്സാന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഭഗവാനുമായിട്ടുള്ള സമർപ്പിതമായിട്ടുള്ളൊരു മനസ്സായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ആ പുണ്യമായിട്ടുള്ള പൂങ്കാവനത്തിൻ്റെ ചൈതന്യം കളയാത്ത രീതിയിൽ നിഷ്കർഷകൾ മുഴുവൻ അനുസരിച്ചുകൊണ്ട് ഇന്നുള്ള ദർശനം നാളെ ഇപ്പം അത് സാധിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ഈ വെർച്വൽ ക്യൂ സ്ലോട്ട് ബുക്കിംഗ് നടന്നതിന് ശേഷം ആൾക്കാർ ഒഴിവുള്ള സമയം നോക്കി ബുക്ക് ചെയ്ത് വരുന്ന ഒരു പ്രവണത വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. ഒരുപാട് ദിവസത്തേക്ക് ഒന്നിച്ച് ബുക്ക് ചെയ്യുക, എന്നിട്ട് ഇഷ്ടമുള്ളപ്പോൾ വരിക, ബുക്ക് ചെയ്ത ദിവസം അല്ലാതെ വേറെ ദിവസം കയറി വരിക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുന്നത്ര ഭക്തർ അവോയ്ഡ് ചെയ്യണം. ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ ഈ പറയുന്ന നിഷ്കർഷം അനുസരിച്ച് ഹൈക്കോടതിയുടെ കൃത്യമായ മോണിറ്ററിംഗ് നിർദ്ദേശം ഈ സീസൺ സമയത്ത് ഹൈക്കോടതി എത്ര സിറ്റിംഗാണ് ഇതിന് വേണ്ടി വെക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം മുമ്പ് കാലത്തൊന്നും അതൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ആൾക്കാർ വരുന്നു, അപ്പോൾ കുറേ അപകടങ്ങളുണ്ടായി. നമുക്ക് പിന്നെ പുല്ലുമേട്, പിന്നെ പണ്ട് മറ്റേ എന്താ പറയുക, ഈ ഹിൽ ടോപ്പിൽ വന്നിട്ടുള്ള അപകടങ്ങളൊക്കെ നമുക്കറിയാം. നമുക്കങ്ങനെ മേജറായിട്ടുള്ളൊരു അപകടമൊന്നും ഇല്ല, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഭഗവാന്റെ നിശ്ചയമായ അനുഗ്രഹമാണ്. പക്ഷെ ഇപ്പോഴും എന്നെ മഥിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ സീസണിൽ 52 പേരാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. ഇപ്പോൾ ദർശനത്തിന് വരുന്ന ആളുകൾ പ്രത്യേകിച്ച് കൂട്ടമായിട്ട് വരുന്നവർ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുന്നവർ പലപ്പോഴും കൂടെ നടക്കുന്ന ആൾക്കാരുടെ വേഗത്തിനൊപ്പം ചുവട് വയ്ക്കാൻ ശ്രമിക്കുകയും പലപ്പോഴും അവർ 27 വയസ്സ് 25 വയസ്സുള്ളവരൊക്കെ ചിലപ്പോൾ മരണത്തിനടിമപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. വളരെ ഹൃദയഭേദകമായൊരു കാഴ്ചയും ചിന്തയാണിത്. നമുക്ക് പലപ്പോഴും ഒരാൾ വീണു, അയാളെ എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ അയാൾ പരിചരണത്തിലെത്തുമ്പോഴത്തേക്കും അദ്ദേഹം മരണപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന വ്യഥ ചെറുതല്ല. അതിന് നിയന്ത്രണങ്ങൾ വേണം. നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല ബോധ്യം വേണം. സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞിട്ട് തന്നെ ശബരിമലയ്ക്ക് പോകുന്നത് പറ്റുന്നിടത്തോളം അങ്ങനെ ഒരു മാർഗ്ഗം അവലംബിക്കുന്നത് നന്നായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു നേവൽ ഓഫീസർക്ക് എനിക്ക് തോന്നുന്നു 2003 കണ്ടാന്ന് തോന്നുന്നു, ഞാനവിടെ SO ആയി സ്പെഷ്യൽ ഓഫീസറായിരിക്കുമ്പോൾ കൃത്യം അദ്ദേഹത്തിന് ഈ നമ്മുടെ ആ ഹോസ്പിറ്റലിന് മുമ്പിലെത്തിയപ്പം അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാവുക. അപ്പോൾ അവിടെ എടുത്ത് കിടത്തി അദ്ദേഹത്തിനെ നമ്മൾ പരിചരിക്കുന്നു. സീനിയർ ഓഫീസർ, എന്നെ സംബന്ധിച്ച് അന്ന് അദ്ദേഹം എന്നെക്കാളും സീനിയർ ആയിട്ടുള്ളൊരു ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം രക്ഷപ്പെട്ടു, പക്ഷെ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ദിവസവും 2-2.5 മണിക്കൂറോളം ടെന്നീസ് കളിക്കുകയും നന്നായിട്ട് ശരീരം ആയാസം നടത്തുന്ന ഒരാളുമാണ്, നല്ല എക്സസൈസൊക്കെ എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ ഫിറ്റായിരുന്നു, ഫാറ്റൊന്നുമില്ല ബോഡിയിൽ. അപ്പോൾ അന്ന് ആ കാർഡിയോളജിസ്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞ വാചകങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ചെയ്ത് തെറ്റെന്തായിരുന്നു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ കൂടെ ഉണ്ടായിരുന്നു, ഒരു 19 വയസ്സുകാരൻ. അവൻ ഓടിക്കയറുകയാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ ഓടിക്കയറുന്നവൻ്റെ ഒപ്പം എനിക്ക് എത്താൻ പറ്റുന്നുള്ള ഒരു ഡിസ്പ്ലേ, അല്ലെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഫിറ്റാണെന്നുള്ള ചിന്ത കൊണ്ട് അദ്ദേഹം ഓടിക്കയറുകയാണ്. അപ്പോൾ കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, സാർ അങ്ങ് സ്ഥിരം കളിക്കുന്ന ടെന്നീസാണ്, ടെന്നീസ് അങ്ങ് ഒരു സമതലത്തിലാണ് കളിക്കുന്നത്, ആ എക്സസൈസിന് താങ്കളുടെ ശരീരം
പ്രാപ്തമാണ് ഇപ്പോഴും. ഒരു കുഴപ്പമില്ല, നാളെ പോയാലും താങ്കൾക്ക് കളിക്കാം. പക്ഷെ ഇതൊരു പുതിയ എക്സസൈസാണ്, ഇത് ഗ്രേഡിയൻ്റാണ്. ഇത് നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ ശരീരം അതിന് പാകപ്പെട്ട് വരണമെങ്കിൽ നിങ്ങളൊരു 4 പ്രാവശ്യം കയറണം. അപ്പോൾ ആദ്യം കയറാൻ നേരത്ത്, ആദ്യത്തെ തവണ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ ഇനി എത്ര ശക്തനും ഫിറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഒരു കുറച്ച് നേരം കയറിയിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും തുറന്ന് കയറുക. 4-ാമത്തെ 5-ാമത്തെ പ്രാവശ്യം നിങ്ങൾ ഓടിക്കയറിക്കോളും, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഈ തത്വങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് പലരും ഓടുന്നത്. 23 വയസ്സുകാരനും 25 വയസ്സുകാരനും 27 വയസ്സുകാരനും തോന്നുന്നു ഞാൻ വളരെ വളരെ ഫിറ്റാണ്, എനിക്ക് യാതൊരു കുഴപ്പമില്ല, എനിക്ക് ഇതുവരെ ചികിത്സയൊന്നും വേണ്ടി വന്നില്ല. പക്ഷേ അയാൾ മറന്നു പോകുന്നൊരു കാര്യം വെച്ചാൽ ദിവസവും മല കയറുന്ന ഒരാളല്ല അല്ലേ. അപ്പോൾ ശരീരത്തിനത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഇത് മറന്നു പോകുന്നവരൊക്കെ പലപ്പോഴും മരണത്തിലേക്ക് ഉപ്പുത്താറുണ്ട്. ഇപ്പം ഞാൻ ഈ വാചകം കേട്ടതിന് ശേഷം 2003 ശേഷം, ഇതറിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യത്തെ തവണ കയറുമ്പോൾ ഞാൻ നിന്ന് തന്നെ കയറാറുള്ളൂ. ഇപ്പോഴും എനിക്ക് സുഖമായിട്ട്, ഞാൻ മുമ്പ് വളരെ സ്പീഡിൽ ഓടി കയറാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ആ ദുസ്വഭാവങ്ങൾ നിർത്തി, എന്നിട്ട് ക്രമമായി കയറുക. ഇത് കയറുന്നത് നമ്മൾ ദിവസവും ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കയറുക. അതേസമയം അവിടെ ഈ ഡോലി എടുത്തുകൊണ്ട് പോകുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ദിവസവും കയറുന്നുണ്ട്. പക്ഷെ ആ ഡോളിക്കാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യരെ ചുമക്കുന്നത് അത്ര സുഖകരമായി തോന്നിയിട്ടുണ്ടോ? എനിക്ക് വ്യക്തിപരമായ ആ ഒരു പ്രക്രിയയോട് യോജിപ്പില്ല. പക്ഷേ അവിടെ അവർക്ക് ഇപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ 2011 കൊടുത്തൊരു സജഷനുണ്ട്, എന്നാൽ കേബിൾ കാറിൻ്റെ. അത് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴും അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണ് അതിനുള്ളൊരു, കാരണം ഇത് ഈ വനാന്തരങ്ങളായതുകൊണ്ട് ഈ ഫോറസ്റ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നത് കൊണ്ട് അവിടെ 1 ഇഞ്ച് സ്ഥലം പോലും വിട്ടുതരാനായിട്ട് വനപാലകർ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ വനപാലകരുടെ നിയമവും തയ്യാറല്ല എന്നാണ് അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല. അല്ല, പലപ്പോഴും ചോദിക്കും ഈ സർക്കാർ എന്നല്ല ഈ ദേവസ്വം ഭരിക്കുന്നതും വനം ഭരിക്കുന്നതും ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന. അല്ല, അതൊക്കെ വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് എത്തിക്കലും അല്ല. കാരണം വെച്ചാൽ ഒരു ഇഞ്ച് ഭൂമി അവിടെ നിന്ന് എടുത്താൽ അത് പിന്നെന്താ പറയുക, അവിടെ നടക്കുന്ന ഒരു വന്യമൃഗം, നമ്മൾ പറയുന്ന നമ്മൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിൽ വിഹരിക്കാൻ അനുവാദം തന്നിട്ടുള്ള കുറേ മൃഗങ്ങളോട് നേരെ കാണിക്കുന്ന ഒരു അതിക്രമം കൂടിയാണ് നമ്മൾ മറന്നു പോരുത്. ഇപ്പോൾ പക്ഷെ എന്ത് തന്നെയാണെങ്കിലും 2011 തുടങ്ങിയ പ്രക്രിയ 2025 അതിൻ്റെ സ്ഥലമെടുപ്പും കാര്യങ്ങളും പൂർത്തിയായി. ഇനിയിപ്പോൾ അതിൻ്റെ പണി പൂർത്തിയാക്കേണ്ട കാര്യമേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ ദർശനം കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേർക്ക് നടന്നു കയറാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഡോലിയിലുള്ള സഞ്ചാരം നമുക്ക് മനുഷ്യൻ്റെ അന്തസ്സിന് നിരക്കാത്തതാണ് എന്ന് തോന്നിയാൽ പോലും ഇപ്പോൾ നിലനിൽക്കുന്ന രീതി അനുസരിച്ച് വേറൊരു പരിഹാരം അതിന് ഇല്ല. മാത്രമല്ല അവർക്ക് കിട്ടുന്ന പ്രതിഫലവും വളരെ മികച്ചതാണ്, കൂടുതലാണ്, നല്ലതാണ്, അവർക്ക് ഒരു ഉപജീവന മാർഗമാണ്. പക്ഷെ ഇപ്പോൾ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു കേബിൾ കാർ വരുമ്പോൾ ഇവരെ മുഴുവൻ അവിടെ മറ്റ് ജോലികളിൽ പുനരധിവസിപ്പിക്കണം എന്നുള്ള തീരുമാനമുണ്ട്. അതും കൂടെ നടപ്പായി കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട്, എന്താ പറയുക, മനുഷ്യനെ ചുമക്കുന്നു എന്ന് പറയുന്നൊരു സാഹചര്യം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ ഇപ്പോഴത്തെ നിലയ്ക്ക് അത് തടയുന്നത് ആശാസ്യകരമല്ല. എനിക്കറിയാം ഒരുപാട് വൈകി എങ്കിൽ പോലും മൂകാംബിക എന്താണ്? മൂകാംബികയായിട്ടുള്ള വലിയൊരു അടുപ്പ്. എൻ്റെ അമ്മയും എൻ്റെ തറവാടുമാണ് മൂകാംബിക. ഞാൻ ഈ ശബരിമലയിൽ പോകുന്നതിന് മുമ്പ് പോകാൻ തുടങ്ങിയ സ്ഥലമാണ്. അന്ന് പോകുമ്പോൾ ഞങ്ങൾ കടത്തൊക്കെ കടന്ന് വേണം പോകാൻ. അന്ന് തൊട്ട് പോകാൻ തുടങ്ങി. ഈ 2012 ശേഷം എല്ലാ മാസവും മൂകാംബിക പോകുന്നുണ്ട്. ഞാനിനി ജോലിയിൽ നിന്ന് പിരിഞ്ഞാൽ മൂകാംബികയാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്, അവിടെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അവിടെ ഇനി ഞാൻ 16-ാം വയസ്സിൽ കുടജാദ്രിയിൽ പോയി ഇനി ലോകത്തേക്ക്, അതായത് ലൗകിക ലോകത്തേക്കൊരു തിരിച്ചുവരവില്ല എന്ന് വിചാരിച്ച് പോയിട്ടുള്ള ആളാണ്. 13 ദിവസം അവിടെ കാട്ടിൽ ഇരിക്കേണ്ടി വന്നു. 9 ദിവസം അമ്മയെ വിളിച്ച് പട്ടിണി കിടക്കേണ്ടി വന്നു. ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. അവിടെ കാട്ടിനകത്താണ്. ഒരു ചിത്രമൂല അതായത് കുടജാദ്രിയുടെ ഉത്തുംഗശൃംഗം കഴിഞ്ഞ് സർവജ്ഞപീഠം കഴിഞ്ഞ് താഴെ തപ്പുറത്ത് പോയിരുന്നിട്ടാണ് ഞാൻ അത്രയും ദിവസം ചിലവഴിച്ചിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞൊരു 2-3 കൊല്ലം മുമ്പ് ഞാനും കുറച്ച് സുഹൃത്തുക്കളൂടെ വീണ്ടും അവിടെ പോയി ഒരു ഓണത്തിന്. അന്ന് ഞാൻ ഇപ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വനപാലകർ
ഉദ്യോഗസ്ഥരെ അല്ലാത്തവരെ ആരെയും സർവോച്ചപീഠത്തിനപ്പുറത്തേക്ക് വിടുന്നില്ല. ഞാൻ ഉദ്യോഗസ്ഥനായതുകൊണ്ട് എനിക്ക് അനുവാദം കിട്ടി. അതിന് അവർ തന്നെ കൂടെ വന്ന് വഴിയൊരുക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞാൻ പോകുമ്പോൾ ഇത്രയൊന്നും ആൾക്കാർ അവിടെ പോകുമായിരുന്നില്ല. ഞാൻ പോയത് 1986-ലാണ്. അന്ന് മൃഗങ്ങളും കാടുമൊക്കെ എങ്ങനെയായിരുന്നോ അതുപോലെ അത് തിരിച്ചു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പാമ്പുകളൊക്കെ വഴി കിടക്കുന്നു, അവരെ എടുത്ത് മാറ്റിയിട്ടാണ് നമുക്ക് വഴി ഉണ്ടാക്കി തരുന്നത്. ഇപ്പോൾ പാമ്പുകളുടെ മുഖത്ത് അത്ഭുതം കണ്ടു എന്ന് ചോദിച്ചാൽ സത്യമാണ്, ഇതാര് വന്നു എന്നുള്ള ഭാവമാണ്. അപ്പം അങ്ങനെ ഉള്ള കാട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 39 വർഷം എൻ്റെ പോയി. ഞാനിതുവരെ ഭഗവത് ദർശനം ഉണ്ടായിട്ടില്ല, അമ്മയെ കാണാൻ പറ്റിയിട്ടില്ല. കാണും എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഉദ്യമമാണ്. അതിനി ഏകദേശം എന്താ പറയുക, എൻ്റെ ഈ ഔദ്യോഗിക വൃത്തി കഴിയുന്നതിൻ്റെ പിറ്റേന്ന് അല്ലെങ്കിൽ അന്ന് രാത്രി ഞാൻ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള, അതല്ലാതെ മറ്റൊന്നും ശാശ്വതമായി ലോകത്ത് ഇല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ എന്താ പറയുക, ഈ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് പ്രകടനപരത അവസാനിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചെസ് കളിയെക്കുറിച്ച് പറയുന്നൊരു ഇതാണ്, ദ കിങ് ആൻഡ് ദ പോൺ ഗോസ് ബാക്ക് ടു ദ സെയിം ബോക്സ് എന്ന് പറയുന്ന പോലെയാണ്. എല്ലാം വെറുതെ അവസാനിക്കാൻ പോവുക. അന്ന് ഞാൻ IPS കാരനായിട്ട് ഈ ലോകം മുഴുവൻ ഭരിച്ചിരുന്ന ഒരാളാണെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അത് പോരാ, എൻ്റെ ജീവിതം അവസാനിക്കും, അങ്ങനെ പോരാ എന്നും, അങ്ങനെ അമ്മയുടെ ഏറ്റവും ഉത്തമനായൊരു മകനായി ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നുള്ള പേര് ഉണ്ടാവണമെന്നൊരാഗ്രഹം, ആ ആഗ്രഹം പോലും മിഥ്യയാണ്. നമ്മൾ ഈ എന്താ പറയുക, പ്രാപഞ്ചിക തത്വങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ് മനോബുദ്ധി അഹങ്കാര ചിത്താനിന് അഹം എന്ന് പറയുന്നിടത്ത് ഞാൻ അഹം എന്താണെന്ന് ബോധ്യം വന്നു കഴിയുമ്പോൾ സർവം ഖല്വിതം ബ്രഹ്മ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിലൊന്നും ഒരു അർത്ഥമില്ല. പക്ഷേ ജീവിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ അമ്മയുടെ ഉത്തമ മകനായിരുന്നു ഞാൻ എന്ന് കേൾവിപ്പെടണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ കാര്യപ്പെട്ടൊരു ആഗ്രഹം. ബാക്കിയുള്ള എല്ലാ ആഗ്രഹങ്ങളും അമ്മ സാധിച്ചു തരുന്നുണ്ട്, ആരോഗ്യമുണ്ട്. അപ്പം ഇനി ആ തപസ്സിന് വേണ്ടിയിട്ടുള്ള ജീവിതമാണ് ബാക്കി. അങ്ങനെ നിന്ന് ഒരുപാട് കഥകൾ ഇനിയും കേൾക്കാനും അറിയാനും ഉണ്ട്. ആ നെറ്റിയിലെ കരിപ്രസാദത്തിൻ്റെ കഥ മുതൽ മരണാനന്തര ജീവിതം വരെ അങ്ങനെയുള്ള ഒരുപാട് കഥകൾ കേൾക്കാനുണ്ട്. ഇനിയൊരു അവസരം കൂടി ഇതുപോലെ ഇരിക്കാൻ തീർച്ചയായിട്ടും എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. താങ്ക് യു.